വരുമ്പോ ഒരു ഭാഗത്ത് ഫുട്ബോളിന്റെ രാത്രിയല്ലേ സഹോദരന്മാരെ, ഒരുപാട് ചെറുപ്പക്കാര് ഫുട്ബോൾ കണ്ട് രാവ് കളയുകയാണ്. മോനെ, ഫുട്ബോൾ കളിയുടെ പ്രചരണം കൊടുക്കാൻ നീ നിന്റെ ഫാൻസ് അസോസിയേഷനിൽ പൈസ ചെലവാക്കി ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെലവാക്കിയ സംഖ്യ ഹറാമാണ്. നീ ചെലവാക്കിയത് ഹറാമിനാണ്. എല്ലാം ഹറാമ പറയാൻ വലിയാരെ നിങ്ങൾക്ക് എന്ത് അധികാരം? ഞങ്ങൾ പറയുന്നത് ഇമാമിങ്ങൾ പറഞ്ഞ ഭാഷയിലാണ്. ഒരു കളി ഹറാമാകുന്നത് എപ്പോഴാണ്? ഒന്ന്, ഒരാളിന് ചെസ് കളി കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ കളി പോലും നിസ്കാരം ഖളാആകുന്ന വിധത്തിലായാൽ അത് ഹറാമ് തന്നെ. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറ്റിക്കളയുന്നതാണോ? ഹറാമാണ്. ഒരുത്തന്റെ ഔറത്ത് കാണിക്കുന്നതാണോ, കാണുന്നതാണോ? ആ കളി കാണലും കളി കളിക്കലും ഹറാമാണ്. ഫുട്ബോൾ കളിയിൽ അന്യപുരുഷന്മാരുടെ തുടഭാഗം ഔറത്തല്ലേ മോനെ? ആ തുറന്നിട്ട ഫോട്ടോ അടിച്ചു വെക്കാനല്ലേ നിന്റെ പൈസ ചെലവഴിച്ചത്? ആ ചെലവഴിച്ചത് ഹറാമിനാണ്. ഉള്ളുപൊള്ളയായ ഒരു സാധനം കുറെ വിഡ്ഢികൾ തട്ടിക്കൊണ്ടുമ്പോ അത് കാണാൻ കുറെ ബുദ്ധിയില്ലാത്ത തലകൾക്കല്ലാതെ നമുക്ക് ഈ ഒരു ചെറിയ ജീവിതമല്ലേ ഉള്ളൂ ദിക്ർ ചെല്ലാൻ, ഈ ചെറിയ ജീവിതമല്ലേ ഉള്ളൂ സ്വലാത്ത് ചെല്ലാൻ, ഈ ചെറിയ ജീവിതമല്ലേ ഉള്ളൂ തറാവീഹ് നിസ്കരിക്കാൻ, ഈ ചെറിയ ജീവിതമല്ലേ ഉള്ളൂ ഖുർആൻ ഓതാൻ, ഈ ചെറിയ ജീവിതമല്ലേ ഉള്ളൂ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ. എന്റെ പ്രിയമുള്ള സഹോദരാ, ഈ ചെറിയ ജീവിതം നീ കളിച്ചു കളയാൻ പാടില്ല. ലഇബ് എന്നാണ് അറബിയിൽ കളിക്ക് പറയുന്ന പേര്. ഈ പദമോ ഈ പദത്തിന്റെ വ്യത്യസ്ത ഫോമുകളോ 20 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നത്. അതിൽ ഭൂരിപക്ഷവും കാഫിരീങ്ങളെ കുറിച്ച് പറയാനാണ് വന്നത്. അതിൽ ബാക്കിയുള്ള പല സ്ഥലത്തും അതാ ദുനിയാവിന്റെ നാശം പറയാനാണ് വന്നത്. നല്ല നിലക്കൊരു പ്രയോഗം വന്നത് സൂറത്ത് യൂസുഫിലാണ്. ബാക്കിയെല്ലാം ഒന്നുകിൽ കാഫിരീങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദുനിയാവിന്റെ നിസ്സാരത പറയാനാണ്. 20 സ്ഥലത്ത് ആ പദത്തിന്റെ വ്യത്യസ്ത ഫോമുകൾ നമ്മൾ ഉപയോഗിച്ച് വന്നത്. ഇത്തഖദൂ ദീനഹും ലഇബൻ വലഹവാ. ആ കാഫിരീങ്ങൾ ആരാണ്? അവരതാ അവരുടെ മതത്തെ കളിതമാശയായി കളഞ്ഞവരാണ്. നമ്മളങ്ങനല്ല, നമ്മൾ സീരിയസ് ആയി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തഖ്വയുള്ള എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നമുക്ക് പന്ത് കളി കണ്ട് കളയാൻ സമയമില്ല. ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫഅമിന അഹ്ലുൽ ഖുർആൻ യഅതിഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അവര് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ, അല്ലാഹുവിന്റെ നടപടി വന്നാൽ അവരെ തടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? أَوَأَمِنَ أَهْلُ الْقُرَىٰ يَأْتِيَهُمْ بَأْسُنَا ضُحًى وَهُمْ يَلْعَبُونَ. രാവിലെ അവർ കളിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ വന്നു പോയാൽ തടുക്കാൻ ആർക്കെങ്കിലും സാധ്യമാണോ? ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അന്യന്റെ ഔറത്ത് കാണുന്ന, അവന്റെ ഔറത്ത് കാണിക്കുന്ന ആ ഫുട്ബോൾ ഫാൻസ് ആവട്ടെ ഫീൻസ് ആവട്ടെ, ബോർഡ് വെക്കാൻ നീ തുകലമാക്കിയാൽ അത് ഹറാമാണ്. അത് കണ്ടുകൊണ്ട് നേരം വെളുപ്പിക്കൽ, അതാ ഉറക്കൊഴിച്ചുകൊണ്ട് നിസ്കാരം ഖളാഅക്കുന്നവരുണ്ട്. മിനിഞ്ഞാന്ന് ഞങ്ങൾ സുബഹി കഴിഞ്ഞ് ഒരു സ്ഥലത്തൊരു കടയുടെ അടുക്കൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോ അതാ അവിടെ ഷട്ടർ റൂം വാടകയ്ക്ക് എടുത്ത് TV വെച്ച് കുറെ മനുഷ്യന്മാര്, അവരതെല്ലാം ചത്ത് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. വെളുക്കും വരെ കളി കണ്ട് മത്താന്മാരായി തെരുവിൽ ജീവിക്കുന്ന ജന്തുക്കളെ പോലെ കിടക്കുകയാണ്. എന്തൊരസംബന്ധമാണ് മോനെ! നമുക്ക് അല്ലാഹു തന്നത് ഏറ്റവും വലിയ വിവേകമല്ലേ? അതാരുടെയെങ്കിലും കാൽപന്തിന്റെ കീഴിൽ പണയം വെക്കാനാണോ? ആരുടെയെങ്കിലും കീഴിൽ കളയാനാണോ? നമ്മൾ ചിന്തിച്ച് ജീവിക്കേണ്ടവരാണ്. അല്ലാഹ് എന്ന ദിക്റിലായി ജീവിക്കേണ്ടവരാണ്. നീ ആ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്നത് നീ മരിച്ചു വീണാൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റമളാനിന്റെ നല്ല രാത്രികളാണ് വരുന്നത്. റഹ്മത്തിന്റെ പത്ത് ഉപയോഗപ്പെടുത്തണം. മഗ്ഫിറത്തിന്റെ പത്ത് അല്ലാഹുവിനോട് തൗബ ചെയ്യണം. ഇത്ഖും മിനന്നാറിന്റെ പത്തിൽ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കണം. അല്ലാഹു തആല നമ്മളെ മുഴുവനും
റമദാൻ സഫലമായി ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ.